Hello everyone, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് മത്തങ്ങ എരിശ്ശേരിയാണ് വെക്കുന്നത്. മത്തങ്ങയും ഉണക്കപ്പയറും കൂടെ ചേർത്തിട്ടുള്ള എരിശ്ശേരി. എരിശ്ശേരി ചേനയും വെച്ചിട്ടും കായ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ മത്തങ്ങയും വൻപയറും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൻപയർ ഞാനൊരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മത്തങ്ങയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലപോലെ മധുരമുള്ള മത്തങ്ങയാണ്. നമ്മൾ എടുക്കുന്ന മത്തങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കറി ആയി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത് ചേർക്കുന്നില്ല, കാരണം മത്തങ്ങയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. പിന്നെ മത്തങ്ങ നല്ലപോലെ പഴുത്തതായതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നില്ല. അതിന് പകരമായിട്ട് കറിച്ചട്ടിയിലിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ സദ്യയൊക്കെയുള്ള കറി എന്നൊക്കെ പറയുമ്പോൾ നാടൻ രീതിയിൽ തന്നെ വെക്കാമെന്ന് വെച്ചിട്ട് ചട്ടിയിലിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അല്പം മാത്രം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ വൻപയർ വേവിക്കാൻ വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മത്തങ്ങ വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വൻപയറാണ് വേവിച്ചെടുത്തത്. പിന്നെ മത്തങ്ങ അരിഞ്ഞിട്ടെടുത്ത് നോക്കിയപ്പം 1 കപ്പോളം മത്തങ്ങയുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ കറിയിലേക്ക് മൊത്തം നമുക്ക് അരമുറി തേങ്ങയാണ് വേണ്ടത്. അതിൽ അരമുറി തേങ്ങയുടെ നേരെ പകുതി നമ്മൾ അരപ്പായിട്ടെടുക്കും. ബാക്കി നമ്മൾ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നന്നായിട്ട് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുക കറിയിലേക്ക്. അപ്പോൾ അരപ്പിനേക്കായിട്ട് ഞാൻ അരമുറി തേങ്ങയുടെ നേരെ പകുതിയും ഒരു 4-5 വെളുത്തുള്ളിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകമില്ല, നല്ല ജീരകം, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക. വെളുത്തുള്ളിയും ജീരകം നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തങ്ങയുടെ കഷ്ണങ്ങളിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ചെറു തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ആ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ കറി കുറുകി വരും. ഞാനിതിവിടെ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ അടുപ്പിൽ തേങ്ങയൊന്ന് വറുത്തിട്ടെടുക്കണം. ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള തേങ്ങയില്ലേ, അതായത് അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ, അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തിട്ടെടുക്കാം. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വറുത്തിട്ടെടുക്കുക. ഇങ്ങനെ തേങ്ങ വറുത്തിട്ടെടുക്കുമ്പം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നപോലെ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. നമുക്ക് ഈ നേരത്തെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുകും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ സദ്യയുടെ ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് മുമ്പായിട്ട് കൂടുതൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.